ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടച്ച് വചനം കേൾക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവിൻ്റെ മുമ്പിൽ വലിയൊരു പിടിവാശിയോടുകൂടെ നമുക്ക് ഈ നൈറ്റ് വിജിലായിരിക്കാം. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. കർത്താവിൻ്റെ ആ മാറ്റമില്ലാത്ത വചനം, ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു, എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ എന്നുള്ള ആ വലിയൊരു പിടിവാശി. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിനെ പോലെ നമുക്ക് പറയാം ഈ രാത്രിയിൽ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. വലതുകരം ഉയർത്തി ഒന്ന് ഏറ്റു പറയാമോ? കർത്താവായ യേശുവേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. യാക്കോബ് പറഞ്ഞ വാക്കുകളാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം. കർത്താവായ യേശുവേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. കർത്താവായ യേശുവേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് കരമുയർത്തി ഒന്നുകൂടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും യേശുവേ ശക്തിയോടെ എല്ലാവരും ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹൃദയം തുറന്ന്, ഹൃദയത്തിൽ നിന്ന് യേശുവേ രാത്രിയിൽ എന്നെ തൊടണമേ, എന്നെ സ്പർശിക്കണമേ എന്നുള്ള വലിയ ദാഹത്തോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവേ, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം ലോകം മുഴുവൻ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ തളിക്കുന്നു. കർത്താവേ, എല്ലാ അന്ധകാരത്തിന്റെ സ്വാധീനങ്ങളെയും മാറ്റിക്കൊണ്ട് സ്വർഗത്തിന്റെ പരിശുദ്ധമായ പ്രകാശം ഓരോ മകന്റെ മേലും മകളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. കെട്ടുകളെ പൊട്ടിക്കണമേ കർത്താവേ. കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും ദൈവമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു. ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ അഗ്നി പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് ദൈവം നമ്മളെ വിട്ടുവീക്കുന്ന രാത്രിയാണ് നൈറ്റ് വിജില്. അനേക വർഷങ്ങളായി ശാലോമിന്റെ നൈറ്റ് വിജിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് അനുഗ്രഹം കിട്ടും. പ്രിയ പരിശുദ്ധാത്മാവേ, വചന ശുശ്രൂഷ സ്വർഗത്തിൻ്റെതാണ്, അതൊരു മനുഷ്യൻ്റേതുമല്ല. കർത്താവേ, അവിടുത്തെ വചനം പറയാൻ യോഗ്യതയില്ലാത്ത ഈ ദാസനെ അവിടുത്തെ ആത്മാവിന്റെ അഗ്നി കൊണ്ട് പിതാവെ നിറയ്ക്കണമേ. ജെറമിയാടെ നാവിനെ തൊട്ടതുപോലെ, യെശയ്യാടെ നാവിനെ തൊട്ടതുപോലെ, കർത്താവ് എസെക്കിയേലിനെ സ്പർശിച്ചതുപോലെ ഇപ്പൊ തൊടണമേ. വചനം അഗ്നി പോലെ വച്ചു തരണമേ. The power and anointing of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയ്, അഗ്നി നാളം ഓരോ മകളിലും മകളിലും വരട്ടെ. ഈ പ്രദേശം മുഴുവൻ ദൈവത്തിന്റെ മഹത്വം ഒന്ന് മൂടട്ടെ. ഈ ഹോള് മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ, മഹത്വത്തിന്റെ വെൺമേഘം ഇറങ്ങട്ടെ. അപ്പാ, സോളമൻ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്ന വെളുത്ത പുക പോലുള്ള മേഘം, ദ ഗ്ലോറി ക്ലൗഡ് കർത്താവെ നിറയട്ടെ. അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ, തൊടുവാൻ പറ്റുന്ന തരത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന്, ദൈവത്തിന്റെ മഹത്വത്തിൽ എല്ലാവരും മൂടപ്പെടട്ടെ, നിറയപ്പെടട്ടെ. എല്ലാവരും അഭിഷേകത്തിന്റെ അകത്താകട്ടെ, അഭിഷേകത്തിന്റെ ശക്തിയാ മൂടപ്പെടട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേക്ക് നയിക്കണേ. ഹൃദയപൂർവ്വം നമുക്ക് പാടാം. അത്ഭുത ശക്തി നിറയട്ടെ പിതാവേ. ഗ്ലോറി, 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 ഗ്ലോറി. സാന്നിധ്യം ഒന്ന് മൂടട്ടെ, മഹത്വത്തിന്റെ അഭിഷേകം നിറയട്ടെ. പിതാ
പിതാവിന്റെ അഭിഷേകം, പുത്രന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഉയർത്തി നമുക്ക് പാടാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ദാഹത്തോടെ എരിഞ്ഞല്ലോ പിതാവേ, അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഓരോ മകന്റെ മകളും fire anointing, oh the fire, oh the fire anointing നിറയട്ടെ. ഓരോ മകന്റെ മകളിൽ നിറയട്ടെ പിതാവേ, തീ പിടിക്കട്ടെ. സ്വർഗത്തിന്റെ അഗ്നി വന്നു മൂടട്ടെ പിതാവേ, ശക്തിയായി വന്നു മൂടട്ടെ. ഹല്ലേലൂയ. കതിരുകളെ വീശുക, സ്വർണ്ണ രശ്മികളെ വീശുക. അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം മൂടട്ടെ, മൂടട്ടെ പിതാവ്, നിറയട്ടെ പിതാവേ, നിറയട്ടെ പിതാവ്, നിറയട്ടെ പിതാവ്, നിറയട്ടെ പിതാവേ, നിറയട്ടെ, നിറയട്ടെ പിതാവേ, നിറയട്ടെ. മഹത്വം നിറയട്ടെ, ഉദ്ധാരത്തിന്റെ ശക്തി നിറയട്ടെ, അത്ഭുതമായ പരിശുദ്ധാത്മാഭിഷേക ശക്തി നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധ മാതാവേ, നമ്മുടെ വലിയ സഹായം, നമ്മുടെ വലിയ സാന്നിധ്യം ഈ നിമിഷം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യേശുമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം ഉപേക്ഷിക്കുകയില്ല എന്നും ഞാൻ വിചാരിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മാറ്റമില്ലാത്ത പിതാവിൻ്റെ വചനം പറയുന്നു, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനസ്സ് ദൈവം വളരെ വ്യക്തമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ദൈവം ഹൃദയം തുറന്ന് പറയാണ്, ഏറ്റവും നല്ലത് നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിച്ചു. ചോദ്യം ഇതാണ്, നമുക്കത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ മനസ്സിന് മാറ്റമില്ല. എൻ്റെ മക്കളുടെ കൂടെ താമസിപ്പിച്ച് എൻ്റെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും നല്ല അനുഗ്രഹം നിങ്ങൾക്കും തരുവാൻ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ശാലോം നൈറ്റ് വിജിലിൽ ചിന്തിക്കുന്ന വിഷയം അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥകൾ എന്നതിനെ പറ്റിയാണ്.
ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു, ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാം എന്നുള്ള പേര് വെട്ടിമാറ്റിയിട്ട് നമ്മൾ നമ്മുടെ പേരെഴുതി വെച്ചിട്ട് വായിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജോൺ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ അവിടെ നിങ്ങളുടെ പേരെഴുതി വെക്കണം. ശരിക്കും അബ്രഹാമിന്റെ പേരെഴുതി വെച്ച് മാത്രം വായിക്കാനല്ല ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ പേരെഴുതി വെച്ച് വായിക്കുമ്പോഴാണ് കാര്യങ്ങൾ കറക്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് ദൈവം കൈയും കെട്ടിയിരിക്കുകയില്ല. ഇന്ന് അബ്രഹാം ഇല്ല, ഇന്ന് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. ഇത് നമ്മളോടുകൂടെ കർത്താവ് പറയുന്ന വാക്യമാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ തിരുവചനം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പൊന്നുമകനും മകളുമായി മാറാൻ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം, ഇന്ന് മുതൽ നമ്മൾ തകർച്ചയുടെ ട്രാക്കിൽ നിന്ന് മാറുന്നു, നമ്മൾ അനുഗ്രഹത്തിന്റെ ട്രാക്കിലേക്ക് കടന്നു വരുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50-ാമത്തെ തിരുവചനം, അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അരങ്ങം വളരെ മനോഹരമാണ്. 2 കൈകളും ഉയർത്തി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ യേശു സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്ന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് പോകുന്ന സമയത്തും ആ ലാസ്റ്റ് മൊമെന്റിൽ ഈ ഭൂമി വിട്ടു പോകുമ്പോഴും തൻ്റെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് മതി തീരാതെ കൊതി തീരാതെ കർത്താവ് അനുഗ്രഹിച്ച് 2 കരവും ഉയർത്തി സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങൾ ഭാവനയിൽ കാണണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോഴും കർത്താവിന്റെ ജോലി അനുഗ്രഹിക്കുന്നത് തന്നെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ശാലോം നൈറ്റ് വിജിലിൽ എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ സ്കൂളിൽ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഒന്ന് കണ്ടു, എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ കൊച്ചിലെ തൊട്ടേ കണ്ടു. വെളുപ്പിന് 4 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വല്യപ്പച്ചനെയും വല്യമ്മച്ചിയും ഒക്കെ കണ്ടു വളരാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു, ദൈവത്തിൻ്റെ ഈ വചനം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെ നിറവേറുന്നത് കാണാൻ സാധിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപാട് സഹനങ്ങളും വേദനകളും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം കാണുന്നു, അതിനെല്ലാം ഒരു അവസാനമുണ്ട്. ഒരു സമയത്ത് അതെല്ലാം അവസാനിച്ചേ പറ്റൂ. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച വരുന്നു, ശനിയാഴ്ചയ്ക്ക് ശേഷം ഉത്ഥാനത്തിൻ്റെ ഞായറാഴ്ച വരുന്നു. ദുഃഖ വെള്ളിയാഴ്ച വേദനയാണ്, ശനിയാഴ്ച മൗനമാണ്, സ്വർഗം ഉത്തരം തരാത്തൊരു ദിവസമാണ് ശനിയാഴ്ച. അതിനുശേഷം സ്വർഗം ഇടപെടുന്ന ഒരു ഞായറാഴ്ചയുണ്ട്. അന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് കർത്താവാണ്, അവിടുത്തെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനം മാറുകയില്ല. ഞാൻ ദൈവമാണ്, എനിക്ക് മാറ്റമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന, ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്നവർക്കും ലോകം മുഴുവൻ ടെലിവിഷനിലൂടെ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും രോഗികൾക്കും തകർന്നു പോയവർക്കും ദൈവത്തിന് തരാനുള്ള സന്ദേശം ഇതാണ്: നീ ഞാൻ പറയുന്ന വ്യവസ്ഥകൾ അനുസരിക്കാൻ തയ്യാറായാൽ നീ നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിനൊരല്പം കാലതാമസം എടുത്താൽ പോലും അത് വരിക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ ഇടയാക്കും. നീ നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകളെ തുറന്നു പിടിക്കുക. നീ നിന്റെ കണ്ണുകളെ തുറന്നു പിടിച്ചാൽ നീയും നിന്റെ വരും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ഞാൻ നിന്നെ ഇടയാക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്നത് കല്ലിനെയും മണ്ണിനെയും അല്ല. നമ്മൾ ആരാധിക്കുന്നത് ഒരു നോവലിലെ കഥാപാത്രത്തെ അല്ല. നമ്മൾ ആരാധിക്കുന്നത് ഒരു ചെറുകഥയിലെ കഥാപാത്രത്തെ അല്ല. ആർക്കോ തലയ്ക്ക് ഒരു കഥ എഴുതണമെന്ന് തോന്നിട്ട് എഴുതി വെച്ചതല്ല. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു.
സ്വർഗം വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മധ്യത്തിൽ ജീവിച്ച് കാണിച്ച നമ്മെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കണ്ടവർ നമ്മളോട് പറയുന്നു, നമ്മുടെ ദൈവം നല്ലവനാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. Our God is a good God. നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ സാത്താന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, പോടാ സാത്താനെ, എൻ്റെ ദൈവം നല്ല ദൈവമാണ്, ദൈവം എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ എൻ്റെ ദുഃഖവെള്ളിയാഴ്ച മാറിപ്പോകും, ഒരു ശനിയാഴ്ചയും കൂടെ കടന്നു പോകും. അതിനുശേഷം എൻ്റെ ഈസ്റ്റർ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് സാത്താനെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുകയും ചെയ്യും. കരമുയർത്തുന്ന കർത്താവിനെ സ്തുതിച്ച എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി, പരിശുദ്ധാത്മാഭിഷേകം ഇറങ്ങി. ഓ ദ ഫയർ അനോയിന്റിംഗ്, ഓ ദ ഗ്ലോറിയസ് അനോയിന്റിംഗ്, ഓ ഹോളി സ്പിരിറ്റ് ഫയർ. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിവെന്ന അഭിഷേകമേ, സ്വർഗം വിട്ട് ഇറങ്ങിവെന്ന സ്തുതിക്കും മക്കൾ എല്ലാവരും ഉച്ചത്തിൽ നിർത്തരുത്. ഒരു 2 മിനിറ്റ് നേരം എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ അഗ്നിയെ, സ്വർഗത്തിന്റെ ഫയർ അനോയിന്റിംഗ്, സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വരട്ടെ, മൂടട്ടെ ഓരോ മകനിലും മകളിലും. പരിശുദ്ധാത്മ ശക്തി വന്ന് കെട്ടുകൾ യേശുനാമത്തിൽ പൊട്ടിമാറട്ടെ. യേശുനാമത്തിൽ എല്ലാ കെട്ടുകളും പൊട്ടിമാറട്ടെ. യേശുനാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ എല്ലാ അവിശ്വാസവും മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ എല്ലാ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കുന്ന ദൈവമേ, നിനക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നീതിമാനായിരിക്കുക എന്ന് ബൈബിൾ പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനം പറയുന്നു, നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. സങ്കീർത്തനം 92:12 പറയുന്നു, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. നമ്മൾ കേട്ടിരിക്കുന്നത് ദുഷ്ടൻ പന പോലെ, പക്ഷെ ബൈബിൾ പറഞ്ഞത് നേരെ തിരിച്ചാണ്. 92-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവചനം പറയുന്നു, നീതിമാന്മാർ പന പോലെ തഴച്ചു വളരും. ഹല്ലേലൂയ. നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതും ശരിക്കും ദൈവത്തിന് പറയാനുള്ളതും പലപ്പോഴും നേരെ വിപരീതമാണെന്നുള്ളത് വചനം വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വളരെ നാൾ തൊട്ടിങ്ങനെ കേട്ട് വളരുകയാണ്, ദുഷ്ടൻ പന പോലെ തടിക്കും, ദുഷ്ടൻ പന പോലെ തടിക്കും. സത്യത്തിൽ ബൈബിൾ പറയാണ്, എൻ്റെ മക്കളെ ഞാൻ പന പോലെ തഴയ്ക്കുവാനായിട്ട് അനുവദിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതിമാനായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴികളിലൂടെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി വീഴുമായിരിക്കാം, വീണിട്ട് എഴുന്നേറ്റുമായിരിക്കാം, എഴുന്നേറ്റ് പോകുമായിരിക്കാം, പിന്നെയും വീഴുമായിരിക്കാം, പിന്നെയും എഴുന്നേക്കുമായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ എന്നും ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ദൈവത്തിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല. എങ്കിലും ആ വ്യക്തി പരാജയപ്പെടാം, കുറേ നാളുകൾ പരാജയപ്പെടാം. പക്ഷെ ആ വ്യക്തി നോക്കി ദൈവം പറയുന്ന പേരാണ് നീതിമാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3 നീതിയെപ്പറ്റി ഞാൻ നിങ്ങളുമായിട്ട് രാത്രിയിൽ പങ്കുവയ്ക്കുകയാണ്. 1 പിശാചിന്റെ നീതി, 2 മനുഷ്യന്റെ നീതി, 3 ദൈവത്തിന്റെ നീതി. പിശാചിന്റെ നീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടവർക്ക് അർഹിക്കുന്നത് കൊടുക്കാതിരിക്കുന്നതാണ് പിശാചിന്റെ നീതി. മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത് അർഹതയുള്ളവർക്ക് അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് മനുഷ്യന്റെ നീതി. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നതോ യാതൊരു അർഹതയും ഇല്ലാത്തവർക്കും വാരിക്കോരി കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അർഹതയുള്ളവർക്ക് കൊടുക്കുന്നതാണ് മനുഷ്യന്റെ നീതി, യാതൊരു അർഹതയും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. മത്തായി സുവിശേഷം 6:33 ഈശോ നമ്മളോട് തേടാനായിട്ട് പറഞ്ഞിരിക്കുന്ന നീതി എന്ന് പറയുന്നത് മനുഷ്യന്റെ നീതിയല്ല, ദൈവത്തിന്റെ നീതിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും തേടുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. ഇവിടെ കർത്താവ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നീതിയാണ്. അർഹിക്കാത്ത വ്യക്തിക്ക് അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. ഈ ഒരു ട്രാക്കിലേക്ക്, ഈ ഒരു വഴിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 13:5 പറയുന്നു, നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു. സുഭാഷിതങ്ങൾ 12:5 പറയുന്നു, നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്. സുഭാഷിതങ്ങൾ 15:28 പറയുന്നു, നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു. കർത്താവ് നമ്മളെ നീതിമാനായിട്ട് വിളിക്കുകയാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ പൊന്നു കർത്താവ്, എൻ്റെ ജീവിതത്തിലെ അനീതി നിറഞ്ഞ കാര്യങ്ങളെല്ലാം നീ എടുത്തു മാറ്റുകയും നീതി നിറഞ്ഞൊരു ജീവിതം എനിക്ക് തരികയും ചെയ്യണമേ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. ദൈവമേ നന്ദി.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ശക്തിയോടെ യേശുവേ നന്ദി, 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 യേശുവേ ആരാധന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനത് വചനം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു രംഗം കൊണ്ടുവരികയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സിസ്റ്റർ റാണി മരിയയെ ദയനീയമായിട്ട് കുത്തി കൊലപ്പെടുത്തിയ ഒരു വലിയ കൊലപാതകിയായ കുറ്റവാളിയോട്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ച് ഒത്തിരി നിലവിളിച്ചൊരു സംഭവമാണ്. സിസ്റ്ററിൻ്റെ അമ്മ വീട്ടിലൊരു വലിയ പന്തല് കെട്ടി ഒരുക്കി, ഒരു കല്യാണ സദ്യ പോലത്തെ ഒരു സദ്യ ഒരുക്കി ഈ തൻ്റെ മകളെ കൊന്ന മകനെ വീട്ടിൽ സ്വീകരിച്ച് ചോറ് ഉരുളയായി വായിലേക്ക് വാരി വാരി വച്ചു കൊടുക്കുന്ന രംഗം. നിങ്ങൾ ചിലരെങ്കിലും ടെലിവിഷനിൽ, ശാലോം ടെലിവിഷനിൽ ആ രംഗം കണ്ടു കാണും. ഞാൻ ഓർക്കാണ്, അമേരിക്കയിൽ ഒരു ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് നിസ്സാര കാര്യത്തിന് പിണങ്ങിയിരിക്കുകയാണ്. രണ്ടുപേരും കിലോമീറ്ററുകൾ ദൂരം 2 സ്റ്റേറ്റിൽ താമസിക്കുന്നു, മിണ്ടുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, യാതൊന്നുമില്ല. രണ്ടുപേരും ഈ ദൂര സ്ഥലങ്ങളിലിരുന്ന് ശാലോം ടെലിവിഷനിലെ ഈ രംഗം കാണുകയാണ്. തൻ്റെ മകനെ 52 പ്രാവശ്യം കടാര കൊണ്ട് കുത്തിയ ആ വലിയ കൊലപാതകിക്ക് മകളെ പ്രസവിച്ച അമ്മ സ്നേഹത്തോടെ ചോറ് വാരി വായിലേക്ക് വെച്ചു കൊടുക്കുന്ന രംഗം ഈ ഭാര്യയും ഭർത്താവ് അമേരിക്കയിലെ 2 സ്റ്റേറ്റിലിരുന്ന് കാണുകയാണ്. ഭർത്താവിൻ്റെ ഹൃദയം പിടഞ്ഞു, ഭാര്യയുടെ ഹൃദയവും പിടഞ്ഞു. അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഇതെന്തൊരു പരിപാടിയാണ് ഈ കാണിക്കുന്നത്? സ്വന്തം മകളെ കൊന്ന ആൾക്ക് അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കാമെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ ഭർത്താവിനോട് ഇത്രയും വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്? നിസ്സാര കാര്യത്തിനാണല്ലോ ദൈവമേ, ഒരു നേഴ്സാണ് അവള്, നിസ്സാര കാര്യത്തിനാണല്ലോ ഞാൻ എൻ്റെ ഭർത്താവിനോട് പിണങ്ങിയത്. ഭർത്താവും വിചാരിച്ചു, ദൈവമേ, ഞാൻ എന്തിനാണ് എൻ്റെ ഭാര്യയോട് പിണങ്ങിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നോക്കണം, നമ്മളൊരു പ്രോഗ്രാം ടെലിവിഷനിലൂടെ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് സംഭവിക്കുന്ന ഇമ്പാക്റ്റാണ് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത്. നമ്മൾ പറഞ്ഞ പോലെ 7-ാം കടലിനക്കരെ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് വർഷങ്ങളോളം മിണ്ടാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ ടെലിഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ്. അവൾ ആദ്യം ഫോൺ എടുത്തിട്ട് പറഞ്ഞ, ചായ ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോഴങ്ങോട്ട് വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും ടെലിഫോണിൽ കൂടെ ഒത്തിരി നേരം കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് തന്നെ അവർ കണ്ടുമുട്ടി, അവരിന്ന് ഒരുമിച്ച് ജീവിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യാതൊരു ധ്യാനവും കൂടിയിട്ടല്ല ശാലോം ടെലിവിഷനിൽ നമ്മൾ ഇൻഡോർ റാണി എന്ന് പറയുന്ന പ്രോഗ്രാം ശാലോം ടെലിവിഷനിലൂടെ കണ്ട് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അത്ഭുതം ഒരു ധ്യാനവും കൂടാതെ ഒരു കുടുംബത്തിൽ നടന്നത്? ഒരമ്മ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആ അമ്മയെ ദൈവം അനുഗ്രഹിച്ചു. ആ അമ്മയിലൂടെ ലോകത്ത് അനേക വ്യക്തികളെ ആ പ്രോഗ്രാം കാണുമ്പോൾ ഇന്നും ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തീർച്ചയാണ് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതി നമ്മൾ തേടാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുക തന്നെ ചെയ്യും. കരമുയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, സിസ്റ്റർ റാണി മരിയാടെ അമ്മച്ചിക്ക് കൊടുത്ത വലിയ കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ. യേശുവേ, ലോകം മുഴുവനോട് ചേർന്ന് നിങ്ങൾ സ്തുതിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു, യേശുവെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവെ ആരാധന. 2, നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു, വിശ്വസ്തൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1959 സെപ്റ്റംബർ മാസം 27-ാം തീയതി, അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു, റഷ്യൻ പ്രസിഡന്റായിരുന്ന ക്രൂഷ്ചേവ് അമേരിക്കയിൽ ആ സമയത്തുണ്ട്. ഈ ഞായറാഴ്ച ദിവസം രാവിലെ ആയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഐസൻഹോവർ റഷ്യൻ പ്രസിഡന്റായിരുന്ന ക്രൂഷ്ചേവിനോട് പറഞ്ഞു, സാർ, ഇന്ന് ഞായറാഴ്ചയാണ്, എൻ്റെ കൂടെ താങ്കൾ പള്ളിയിൽ വരുന്നു. നിങ്ങൾക്കറിയാം, ക്രൂഷ്ചേവ് നിരീശ്വരവാദിയാണ്. അദ്ദേഹം പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഞാൻ വരുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഐസൻഹോവർ പറഞ്ഞു, എങ്കിൽ താങ്കൾ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളുക, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം, താങ്കൾ ഇവിടെ ഇരിക്കൂ, ഞാൻ എൻ്റെ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കട്ടെ. അദ്ദേഹം അമേരിക്കയിലെ ഗെറ്റിസ്ബർഗ് പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിച്ച ശേഷം മടങ്ങി വന്ന് ബാക്കി കാര്യങ്ങൾ അമേരിക്കയുടെ റഷ്യയുടെ പ്രസിഡന്റുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഓർത്തുപോയി, ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വരുന്നില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ സാരമില്ല, ഞാനും കൂടെ കൂട്ടിരിക്കാം, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, ഒത്തിരി കാര്യം പറയാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കുമായിരുന്നു. പകരം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഐസൻഹോവർ പറഞ്ഞു, താങ്കൾക്ക് പള്ളിയിൽ വരാൻ മനസ്സില്ലെങ്കിൽ വരണ്ട,
താങ്കൾ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളുക, ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്നത് വരെ താങ്കൾ എന്നെ കാത്തിരിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കട്ടെ. ആദ്യം ആരാധന, അതിനുശേഷം നമുക്ക് ഡിസ്കഷൻ, അതിനുശേഷം നമുക്ക് ആലോചനകൾ, അതിനുശേഷം നമുക്ക് വലിയ കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനമെടുക്കൽ. ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 25:23 ദൈവമായ കർത്താവ് ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. ദൈവം ഇത് നമ്മളെ നോക്കി എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ ഇടിവെട്ട് നല്ല മഴയുമുള്ള ഒരു ജൂൺ മാസത്തിൽ വല്യപ്പച്ചൻ എന്നും പള്ളിയിൽ പോകും, എന്നെയും പള്ളിയിൽ കൊണ്ടുപോകും. 3ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നതെങ്കിലും ആ രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെയും നല്ല ഉറക്കത്തു നിന്ന് വിളിച്ചുണർത്തി പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ. പുറത്ത് നല്ല ഇടിവെട്ടുന്നു, മഴ പെയ്യുന്നു. വെല്ലിമ്മച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. വെല്ലിമ്മച്ചി വല്യപ്പച്ചനോട് പറഞ്ഞു, നിങ്ങൾക്കോ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആ കൊച്ചിനെ കൂടെ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ഇത്രയും ഇടിവെട്ടുന്ന സമയത്ത് 8 വയസ്സ് പോലും തികയാത്ത ഈ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതവിടെ കിടന്ന് ഉറങ്ങട്ടെ. വല്യപ്പച്ചൻ ഒന്നും മിണ്ടിയില്ല, ശാന്തനാണ്. വല്യമ്മച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മരിയക്കുട്ടി, സക്രാരിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? മരിയക്കുട്ടി, സക്രാരിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാം. ഇവിടെ വെളുപ്പിന് 4 മണിയാണ്, ഓർത്തോണം. സക്രാരിയിൽ ഇരിക്കുന്ന ആളിനോട് എൻ്റെ ഈ ചെറുമകനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്, കൊച്ചുമകനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകുന്നത്. മറ്റൊന്നിനുമല്ല, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ തോന്നുന്ന സമയത്ത് എൻ്റെ കൊച്ചുമകനെ ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. മരിയക്കുട്ടി, 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 1, അവൻ ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. 2, അവനൊരു ഡോക്ടറായി പാവപ്പെട്ട രോഗികളെ നോക്കാൻ ഇടയാകണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വല്യമ്മച്ചി എടുത്തടിക്ക് പറഞ്ഞു, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നല്ലേ ഇനി ഒരു ഡോക്ടറൊക്കെ ആകാൻ പോകുന്നത്. അന്നേരം വല്യപ്പച്ചൻ ഒന്നുകൂടെ പറഞ്ഞു, സക്രാരിയുടെ അകത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് മരിയക്കുട്ടി നിനക്കറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വല്യമ്മച്ചി പിന്നീട് ഒരിക്കലും ബഹളമുണ്ടാക്കിയിട്ടില്ല. രാവിലെ ഞങ്ങൾ 2 കൂടെ പള്ളിയിൽ പോകാൻ നേരത്ത് കട്ടൻ കാപ്പി ഉണ്ടാക്കി തരും. പിന്നീട് ഒരിക്കലും വല്യമ്മച്ചി ദേഷ്യപ്പെട്ടിട്ടില്ല, എതിർത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ വല്യപ്പച്ചൻ അനേക നാളുകൾ മരിക്കുന്നത് വരെ പള്ളിയിൽ പോയി ഈ കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ശാലോം നൈറ്റ് വിജിലിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ സ്വർഗത്തിലിട്ട ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ പലിശയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ പലപ്പോഴും തകർന്ന് തരിപ്പണമായി പടുകുഴിയിൽ വീഴേണ്ട സാഹചര്യങ്ങളിൽ വന്നിട്ടും അതിൻ്റെ അകത്ത് മുങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ കൈക്ക് പിടിച്ചെന്നെ ഇവിടം കൊണ്ടുവരെ എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വസ്തയോടെ കൊടും വെയിലിലും കൊടും തണുപ്പിലും ഇടിവെട്ടുന്ന രാത്രിയിലും മിന്നലടിക്കുന്ന രാത്രിയിലും ദൈവത്തിന്റെ മുഖം തേടാൻ വിശ്വസ്തയോടെ പോയപ്പോൾ എൻ്റെ വല്യപ്പച്ചനെ നോക്കി ദൈവം വിളിച്ചു, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചോദിക്കുന്ന കാര്യത്തിൽ എൻ്റെ തീരുമാനം ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ നിന്റെ കൊച്ചുമകനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്യപ്പച്ചൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ പാപത്തിന്റെ വഴി കൂടെ പോകരുത്. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, വല്യപ്പച്ചൻ ചോദിച്ചതിനേക്കാളും കൂടുതലാണ് ദൈവം കൊടുത്തത്. എന്നെ ആ വഴിയിൽ നിന്ന് മാറ്റുക മാത്രമല്ല, അനേകരോട് യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കാനുള്ള ഒരു കൃപ കൂടി തന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വല്യപ്പച്ചൻ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും അധികം കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഫേസോസർക്ക് എഴുതിയ ലേഖനം 3:20 പറയുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന യേശുക്രിസ്തുവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ഒരു കർത്താവ്. അതിന് നമ്മൾ വിശ്വസ്തരായിരിക്കണം, നമ്മൾ തേടണം. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യരുത്. നമ്മുടെ മകളുടെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ ദൈവത്തെ തെറി വിളിക്കരുത്. വേദനാജനകമാണ് ആ സമയങ്ങൾ. ആ സമയത്താണ് നമ്മുടെ വിശ്വസ്തത നമ്മൾ തെളിയിക്കേണ്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് ITIയിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട IITയിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു. അവള് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കോളേജ് മുഴുവൻ വലിയൊരു വാർത്തയായി. നിന്നെ ആര് കല്യാണം കഴിക്കും? ഇതായിരുന്നു അവളുടെ സംശയം. പ്രിയപ്പെട്ട നാളുകൾ പലത് കടന്നുപോയി. അവളുടെ വീട്ടിലറിഞ്ഞു, വലിയ പ്രശ്നമായി. പക്ഷെ അവൾ ഉറച്ചു നിന്നു. ഒടുവിൽ വലിയ മിടുമിടുക്കനായ ഒരു IAS ഓഫീസർ അവളെ കല്യാണം കഴിച്ചു. അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയാണ്. പക്ഷെ കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ നിങ്ങൾക്കറിയാം,
കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കും, നമ്മുടെ ഭാവി, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ. ഈ ഭർത്താവ് കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് പറയാത്ത വലിയ ഒരു കാര്യം ചെയ്തു. ഭാര്യ പേടിച്ചു. ഭാര്യ പറഞ്ഞു, അച്ചായ എന്താണ് സംസാരിക്കുന്നത്? നീ എന്നോട് ക്ഷമിക്കുമെന്ന് വാക്ക് പറ. അവൾ പറഞ്ഞു, ക്ഷമിക്കാം, പക്ഷെ എനിക്ക് പേടിയാകുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരാളെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, കല്യാണത്തിന് മുമ്പുള്ള കാര്യമൊക്കെ കല്യാണത്തിന് മുമ്പ്, അതിനുശേഷം ഉള്ള കാര്യം പുതിയതാണ്, പഴയതൊക്കെ മറക്കാം, താങ്കൾ അയാളെ മറക്കണം. അയാൾ പറഞ്ഞു, എനിക്ക് മറക്കാൻ പറ്റത്തില്ല. നിന്നെ കല്യാണം കഴിച്ചാലും ശരി, എനിക്ക് ആ വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന അത്രയും നിന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒരിക്കലും സാധ്യവുമല്ല. നിനക്കെന്നും എൻ്റെ ജീവിതത്തിൽ രണ്ടാം സ്ഥാനമായിരിക്കും. ഇവള് വാവിട്ട് തന്നെ വിളിക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ തലം കുനിച്ചിരുന്നിട്ട് പറഞ്ഞു, അയാളുടെ ഫോട്ടോ ഞാൻ എൻ്റെ സൂട്ട് കേസിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, നീ അത് കണ്ടിട്ട് വലിച്ചു കീറി കളയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയെ കളയാൻ പറ്റുകയില്ല. ഫോട്ടോ നിന്നെ ഒന്ന് കാണിച്ചു തരാം, നിന്നോട് ഇത് നേരത്തെ പറയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്, നീ എൻ്റെ സൂട്ട് കേസ് തുറന്ന് നോക്കുക. ആദ്യ രാത്രിയാണ്. അവൾ ഓടിച്ചെന്ന് ആ സൂട്ട് കേസ് തുറന്നു നോക്കി. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ മിടുമിടുക്കൻ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിളും അതിൻ്റെ മുകളിൽ ഉയർത്തെഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രവും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ അവിടെ നടന്നെന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഒരു പൊട്ടിക്കരച്ചിലും ആരാധനയുമാണ് പ്രിയപ്പെട്ടവരെ. അവളുടെ ജീവിതത്തിൽ അവൾ കൊണ്ടു നടന്നതിന്, അവളുടെ വിശ്വസ്തതയ്ക്ക് ദൈവം കൊടുത്ത പ്രതിഫലം, IAS കാരനായ ബ്രാഹ്മണനായ ഒരു ഓഫീസർ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ കൊണ്ടു നടന്ന ഒരു മകനെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ദൈവം അവളുടെ വിശ്വസ്തതയ്ക്ക് വലിയ ഒരു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ പിതാവായ ദൈവം, God Almighty is faithful, my dear brothers and sisters. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഞാൻ നിങ്ങളോട് പറയാം, തകർച്ചയിലൂടെ പോകുമ്പോൾ പിറുപിറുക്കയല്ല വേണ്ടത്, കൂടുതൽ നേരം ദൈവത്തെ ആരാധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സാത്താന്റെ മുഖത്ത് കാറി തുപ്പുക. അവനോട് പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതൽ ആരാധിക്കും, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കും, ഞാൻ പള്ളിയിൽ കുറച്ചു നേരം കൂടി ഇരിക്കും, വിശുദ്ധ കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയാലും ഞാൻ 15 മിനിറ്റ് കൂടെ ഇരുന്ന് ആരാധിക്കും. ആളുകൾ ചോദിക്കും, ഇത്രയും കിട്ടിയത് പോരെ? നീ പ്രാർത്ഥിച്ചിട്ട് പറയണം, പോരാ, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുക തന്നെ ചെയ്യും. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ, വിട്ടുകൊടുക്കരുത്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവം നമുക്ക് മതിയായവനാണ്. അസാധ്യങ്ങളുടെ മധ്യത്തിൽ ഇടിമിന്നൽ പോലെ കടന്നു വരുന്ന ഒരു ദൈവം, ചെങ്കടലിന്റെ മധ്യത്തിൽ വഴിവെട്ടി തുറക്കുന്ന ഒരു ദൈവം, വലിയ റോഡ് വെട്ടുന്ന ഒരു ദൈവം, ജെറിക്കോയുടെ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദൈവം, സിംഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ദാനിയേലിനെ വിടുവിച്ച ഒരു ദൈവം, ഷദ്രാക്കിനെ മെഷാക്കിനെ അബദ്നഗോയെയും തീച്ചൂളയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് സഹായിച്ച ഒരു ദൈവം. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈ ശാലോം നൈറ്റ് വിജിലിൽ ലോകം മുഴുവൻ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും ഇപ്പോൾ വിടുവിക്കപ്പെട്ട യേശുനാമത്തിൽ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാതെ ഇവിടെ നിന്ന് കടന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. മൂന്നാമത്തത്, ദയയുള്ളവരായിരിക്കുക, അനുഗ്രഹിക്കപ്പെടും. സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 9-ാം തിരുവചനം, ദയാദൃഷ്ടിയുള്ളവർ അനുഗ്രഹീതരാകും. മത്തായി 5:7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നമ്മുടെ സഭയുടെ തുടക്കം വളരെ വേദനാജനകമായിരുന്നു. റോമിൽ സഭ ശക്തമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. അന്ന് സഭയുടെ ആദ്യ നാളുകളിൽ റോമിൽ ആൻഡ്രോക്ലിസ് എന്ന് പറയുന്ന ഒരു വലിയ ഗുണ്ടയുണ്ടായിരുന്നു. വലിയ ഗുണ്ട എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ സംഘം എന്നൊക്കെ പറയുന്ന പോലെ വെട്ടും കുത്തും എന്തും ചെയ്യും. എല്ലാവർക്കും ഭയമുള്ള ഒരു ഭീകര കുറ്റവാളി ആൻഡ്രോക്ലിസ്. അയാള് പൗലോസ്ലീഹ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടു. അയാൾ മാനസാന്തരപ്പെട്ടൊരു പഞ്ചപാവമായി മാറി. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അയാളുടെ ജീവിതം റോമാക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. റോമാക്കാർ അയാളെ നാടുകടത്തി. അയാള് ഓടി ഓടി ഒരു കാട്ടിൻ്റെ അകത്തേക്ക് ഒളിച്ചോടി. പുറകെ പട്ടാളം വരുന്നു അയാളെ പിടിക്കാൻ വേണ്ടി. അയാൾ ഓടുന്ന സമയത്ത് അയാൾ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു, പുറകിലത്തേക്കാളും ഭീകരമായ ഒരു കാഴ്ച. പുറകിൽ റോമിന്റെ പട്ടാളം, മുൻപിൽ ഒരു സിംഹം നടന്നു വരുന്നു. എന്തും വരട്ടെ എന്ന് പറഞ്ഞ് അയാൾ മുൻപോട്ട് നോക്കിയപ്പോൾ സിംഹം മുടന്തിയാണ് വരുന്നത്. സിംഹം വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സിംഹം തന്റെ മുൻവശത്തെ കാലുകൾ ഇങ്ങനെ പതുക്കെ കാണിച്ചു. ആൻഡ്രോക്ലിസ് പതുക്കെ അടുത്ത് ചെന്നിട്ട് സിംഹത്തിന്റെ കാലുകളിൽ തടകി നോക്കിയപ്പം വലിയൊരു മുള്ള് അകത്തോട്ട് കയറിയിട്ട് അത് പഴുത്ത് നീര് വെച്ചിരിക്കുകയാണ്. ആൻഡ്രോക്ലിസ് പതുക്കെ ആ മുള്ള് വലിച്ചിങ്ങോട്ട് ഊരിയെടുത്തിട്ട് ഞെക്കി ആ പഴുപ്പെല്ലാം പതുക്കെ അങ്ങോട്ട് കളഞ്ഞു. ഈ സമയമായപ്പോഴത്തേക്കും പട്ടാളക്കാർ അടുത്തെത്തി ആൻഡ്രോക്ലിസിനെ ഒരു പിടികൂടി
കൂട്ടത്തിൽ അവർ സിംഹത്തെയും വലയിട്ട് പിടിച്ചു. സിംഹത്തെയും കൊണ്ടുപോയി, ആൻഡ്രോക്ലിസിനെയും കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ആൻഡ്രോക്ലിസിനെ കോടതി മരണശിക്ഷയ്ക്ക് വിധിച്ചു. മരണം എങ്ങനെയാണെന്ന് അറിയാമോ? സിംഹത്തിന് ഇരയാട്ട് ഇട്ടുകൊടുക്കുക, 4 ദിവസം ആഹാരം കൊടുക്കാത്ത സിംഹത്തിന്റെ മുമ്പിലേക്ക് ആൻഡ്രോക്ലിസിനെ വലിച്ചെറിയുക. 4 ദിവസം സിംഹത്തിന് ആഹാരം കൊടുത്തില്ല. 25,000 പേര് കൊളോസിയത്തിൽ തടിച്ചുകൂടി ആൻഡ്രോക്ലിസിനെ കൈയും കാലും കെട്ടി മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തു. സിംഹത്തിന്റെ കൂട് തുറക്കപ്പെട്ടു. വിശന്നു വലഞ്ഞ സിംഹം പാഞ്ഞു വന്ന് ആൻഡ്രോക്ലിസിനെ കടിക്കാനായിട്ട് അടുത്ത് വന്നിട്ട് ആൻഡ്രോക്ലിസിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ടൊരു പൂച്ച നക്കുന്നത് പോലെ ആൻഡ്രോക്ലിസിനെ നക്കിക്കൊണ്ടിരുന്നു. ആളുകൾ അത്ഭുതപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? അന്ന് കാട്ടിൽ വെച്ച് ആൻഡ്രോക്ലിസ് കാലിൽ നിന്ന് മുള്ളെടുത്ത് കളഞ്ഞ സിംഹത്തെയാണ് ഈ പട്ടാളക്കാരി രാത്രി തുറന്നു വിട്ടിരിക്കുന്നത്. 4 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് പോലും തന്റെ വേദനയുടെ നിമിഷങ്ങളിൽ തന്റെ കാലിൽ നിന്ന് മുള്ളു വലിച്ചെടുത്ത് കളഞ്ഞ ആൻഡ്രോക്ലിസിന്റെ കരുണയെ സിംഹം തിരിച്ചറിയുകയും ഒരു പൂച്ച നക്കുന്നത് പോലെ ആൻഡ്രോക്ലിസിന്റെ കാലുകളിൽ നിൽക്കി. പ്രിയപ്പെട്ടവരെ, ചക്രവർത്തി അടക്കം 25,000 പേരും എഴുന്നേറ്റ് നിന്നു. റോമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരൊരു കാഴ്ച കാണുകയാണ്. 4 ദിവസം ആഹാരം കഴിക്കാത്ത ഒരു സിംഹം ഒരു മനുഷ്യനെ പൂച്ച നക്കുന്നത് പോലെ നക്കി ഓമനിച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. രാജാവ് ഒരു ഉത്തരവിട്ടു, നമ്മൾ ഈ കാണുന്നത് ഒരു അത്ഭുതമാണ്. ആൻഡ്രോക്ലിസിനെ നിരുപാധികം വിട്ടയക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. Be merciful, you will receive mercy. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുക, നിങ്ങൾക്ക് കരുണ ലഭിക്കും. സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശാലോം നൈറ്റ് വിജിൽ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, എങ്കിലും പേര് പറയാതെ ഞാൻ എങ്ങും തൊടാതെ പറയാം, കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അകത്ത് ഏറ്റവും സമ്പന്നതയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ പ്രഘോഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാനായിട്ട് ഞാൻ ഇടയായി. അതീവ സമ്പന്നരാണ്. പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാനിവിടെ പറയുന്നില്ല. അവരൊരുപാട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ വീട്ടിലെ ചേച്ചിയോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു, ഡോക്ടർ ജോൺ, ഞങ്ങളുടെ ഈ കുടുംബം ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ വളരെ സാധാരണക്കാരായിരുന്നു. തുടക്കത്തിൽ വളരെ സാധാരണക്കാരായ കുടുംബമായിരുന്നു. ദൈവമാണ് ഇത്രയും തന്നത്. എന്നിട്ട് ചേച്ചി ഒരു കാര്യം പറഞ്ഞു, എല്ലാ ക്രിസ്മസിനും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ രാവിലെ പള്ളിയിൽ പോയി കുർബാന കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ വരത്തില്ല. രാത്രി ഒരു 9:30 ആകുമ്പോൾ വീട്ടിൽ കയറി വരും. രാത്രിയത്തെ ആഹാരം കഴിക്കും. ഉച്ചയ്ക്കത്തെ ആഹാരം അദ്ദേഹം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. രാവിലെ ക്രിസ്മസിന്റെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ആളെ രാത്രിയെ കാണത്തുള്ളൂ. ഇത് 1-2 വർഷമല്ല, 35 വർഷം അവർ കണ്ടു. ഭാര്യ ചോദിച്ചാൽ പറയത്തില്ല, മക്കൾ ചോദിച്ചാൽ പറയത്തില്ല, ആര് ചോദിച്ചാലും പറയത്തില്ല. ഒടുവിൽ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അപ്പച്ചന് വാർദ്ധക്യമായി കിടന്നുപോയി. ഒരു ക്രിസ്മസിന് അദ്ദേഹം പള്ളിയിൽ പോയില്ല. പള്ളിയിൽ പോകാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ വിഷമമുണ്ടായി. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം വീട്ടുകാരോടൊപ്പം 35 കൊല്ലത്തിന് ശേഷം ആഹാരം കഴിക്കാനുള്ള പുറപ്പാടെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറ്റത്ത് കോളിംഗ് ബെൽ അടിച്ചു. ചെന്ന് നോക്കിയപ്പോൾ 35 കുഷ്ഠരോഗികൾ വന്ന് നിൽക്കുകയാണ്. വീട്ടുകാർ അത്ഭുതപ്പെട്ടു പോയി. അവർ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ വന്നത്? അയ്യോ, ഞങ്ങളുടെ യജമാനനെ കാണുന്നില്ല. കഴിഞ്ഞ 35 കൊല്ലമായി എല്ലാ ക്രിസ്മസിലും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങൾ കൊടുക്കുന്ന അലൂമിനിയം പാത്രത്തിലാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു പാത്രത്തിൽ പോലും കൊടുത്താൽ കഴിക്കത്തില്ല. ഞങ്ങളുടെ യജമാനൻ എവിടെ? ഈ പ്രാവശ്യം കാണാത്തത് കൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം കിടന്നുപോയി. അദ്ദേഹത്തെ ഒന്ന് ക്രിസ്മസിന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. ആ സമയത്താണ് ഭാര്യയ്ക്കും മക്കൾക്കും മനസ്സിലായത് 35 കൊല്ലമായി അച്ചായൻ എവിടെ പോയിരിക്കുകയെന്ന്. ആരെല്ലാം ബഹളം വച്ചാലും ഒരക്ഷരം പോലും പറയാതെ 35 വർഷവും കുഷ്ഠരോഗികൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി ക്രിസ്മസിൻ്റെ അന്ന് അവരോടൊപ്പം അലൂമിനിയം പാത്രത്തിൽ ആഹാരം കഴിച്ച് ദൈവത്തെ സ്നേഹിച്ച് കരുണ കാണിച്ച മനുഷ്യന്റെ മക്കൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും കോടീശ്വരരും ഏറ്റവും വലിയ സമ്പന്നരുമായി തീർന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വെറുതെയല്ല. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ നീ കൊണ്ട് സ്കൂളിൽ ചേർത്തു. എൻ്റെ മകൾ വിധവയായപ്പോൾ നീ അവൾക്ക് ആഹാരം മുടങ്ങിയോ എന്ന് അന്വേഷിച്ചു. നീ കരുണ കാണിച്ചു. അതിനാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ദൈവമക്കളെ, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങണം. ചേർന്ന് പറ ഹല്ലേലൂയ. ഓ ഗ്ലോറി. ഇത് കാണുക, ജോബിന്റെ പുസ്തകം. ജോബിനെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ജോബ് 29:12 കാണുക. നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
എനിക്ക് മാർട്ടിൻ എന്ന പേരുള്ള ഒരു കൂട്ടുകാരനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്നും 1-ാം തീയതി ശമ്പളവും മേടിച്ചുകൊണ്ടെന്ന് 35,000 രൂപ ശമ്പളമാണ് അവന്. അത് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു കൂട്ടുകാരൻ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവൻ ചോദിച്ചു, എന്താടാ കാര്യം? മാർട്ടിൻ ചോദിച്ചു, എന്താടാ നിനക്ക് കാര്യം? അവൻ പറഞ്ഞു, അറിഞ്ഞില്ലേ, എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ടു. ചികിത്സിക്കാൻ പൈസയില്ല, ഞാൻ എന്ത് ചെയ്യും? ആകപ്പാട് വിഷമാണ്. അമ്മച്ചിക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ട് ചികിത്സിപ്പിക്കണം. എടാ, പൈസയില്ല. ഒന്നും ആലോചിക്കാതെ പോക്കറ്റിലിരുന്ന 35,000 രൂപ എടുത്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മച്ചിയെ ചികിത്സിപ്പിക്കാൻ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ കൂടെ താമസിക്കുന്നവർ ചോദിച്ചു, എന്ത് പ്രാന്താണ് നീ കാണിക്കുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അന്നേരം എൻ്റെ മനസ്സലിഞ്ഞു പോയി. ഹല്ലേലൂയ. കൂട്ടുകാർ പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനെ ശമ്പളം കിട്ടുന്ന മുഴുവനുമൊക്കെ എടുത്ത് പലർക്കും കൊടുക്കുന്ന പരിപാടി സൂക്ഷിക്കണം. സകലരും പരിഹസിച്ചു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു, നിങ്ങൾ നേരത്തെ വന്ന ഇന്റർവ്യൂവിൽ പാസ്സായി, ഭാര്യ നഴ്സിന് അവിടെ ശമ്പളത്തോടു കൂടി ജോലി, നിനക്ക് ശമ്പളം. അന്ന് സൗദിയിൽ കിട്ടിയതിന്റെ 5 ഇരട്ടി ശമ്പളവുമായി ആ മകനും കുടുംബവും ഇന്ന് ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരഞ്ഞ ഒരു മകളെ കണ്ടപ്പോൾ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തിട്ട് 3 മാസം പോലും വെയിറ്റ് ചെയ്യിക്കാൻ ദൈവത്തിന് പറ്റിയില്ല. സ്വർഗത്തിൽ ദൈവത്തിന് വെപ്രാളമായെന്നർത്ഥം. അബ്രഹാമേ, ഇസ്ഹാക്കെ അത് കണ്ടോ? എൻ്റെ മകനെ കണ്ടോ? ഞാൻ അവനെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ഗബ്രിയേലെ, സൗദിയിലേക്ക് പോവുക, ഒരു പ്ലെയിനിൽ കയറ്റി അവനെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുക. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കുകയും ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്ത് സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഓ, കരുണയുള്ളവരായിരിക്കുക, കരുണയുള്ളവരായിരിക്കുക, ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവത്തിന്റെ വലിയ വചനം, മാറ്റമില്ലാത്ത വചനം നമുക്ക് കരുണ കാണിക്കാനായിട്ട് പഠിക്കാം. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഞാൻ കരുണ കാണിക്കണം. 4, കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തനം 28:2. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടെ നിന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം കേട്ടാൽ അവിടെ നിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 5 യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. അവരതനുസരിച്ചു, മീൻ കിട്ടി. ലൂക്കാ സുവിശേഷം 5. യോഹന്നാൻ 21 പറഞ്ഞു, വലതുവശത്തേക്ക് നീക്കി വല ഇറക്കുക, മീൻ കിട്ടി. യോഹന്നാൻ 9 സീലോഹ കുളത്തിൽ പോയി കഴുകുക, കാഴ്ച കിട്ടി. യോഹന്നാൻ 11 കല്ലെടുത്ത് മാറ്റുക, ലാസർ പുറത്തു വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 4 സ്ഥലത്ത് 4 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ലൂക്കാ 5 പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക, അനുസരിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. യോഹന്നാൻ 21 വലതുവശത്തേക്ക് നീക്കി വല ഇറക്കുക, അനുസരിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. യോഹന്നാൻ 9 സീലോഹ കുളത്തിൽ പോയി കഴുകുക, അനുസരിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. യോഹന്നാൻ 11 കല്ലെടുത്ത് മാറ്റുക, അനുഗ്രഹിക്കപ്പെട്ടു. ലാസർ പുറത്തു വന്നു. കർത്താവ് ഈ നൈറ്റ് വിജിലിൽ നമ്മളോട് പറയുന്നു, അനുസരിക്കുക, ഞാൻ നിന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് നൽകുക, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ബൈബിളിൽ 2 തരത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. 1, ഒരു വ്യവസ്ഥയും ഇല്ലാതെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ. 2, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രം ദൈവം തരുന്ന കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചപ്പോൾ ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇസഹാക്ക് തൻ്റെ മകനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, എടാ നീ കാട്ടിൽ പോയി നല്ല ഒരു വേട്ടമൃഗത്തെ കൊന്ന് നല്ല ഇറച്ചിക്കറി വെച്ച് നല്ല രുചിയുള്ള ഒരു ഇറച്ചിക്കറിയും അപ്പവും കൂടെ ഉണ്ടാക്കിക്കൊണ്ടുപോവാ, ഞാനത് കഴിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ അനുഗ്രഹിച്ചു. 2ാമത്തെ സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ദൈവം പറയാണ്, നീ അത് ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വചനമാണ് മലാക്കി 3:10. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരട്ടെ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കില്ലെന്ന് പരീക്ഷിക്കുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ശാലോം TV കേരളത്തിലെ ജനങ്ങൾ കർത്താവിനെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ടിരുന്നവർ അതിൽ നിന്നും ഒരു ഭാഗം മാറ്റി ഈശോയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ, മകന് വേണ്ടി പറമ്പ് വാങ്ങിക്കാൻ പൈസ കൂട്ടിക്കൊണ്ടിരുന്നവർ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗം മാറ്റി എൻ്റെ കർത്താവിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഉണ്ടായ മഹാത്ഭുതമാണ് നമ്മുടെ ശാലോം ടെലിവിഷൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പ്രിയപ്പെട്ടവരെ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ മിലാനിൽ കത്തീഡ്രൽ പള്ളി പൂർത്തിയായി. വലിയൊരു കത്തീഡ്രൽ പള്ളിയാണ് ഇറ്റലിയിലെ മിലാനിലെ കത്തീഡ്രൽ പള്ളി. അത് പൂർത്തിയായപ്പോൾ അതിൻ്റെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു, ആയിരക്കണക്കിന്. അപ്പോൾ ബിഷപ്പ് വന്നിട്ടുണ്ട്. അവിടെ ഈ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ കത്തീഡ്രൽ കെട്ടാൻ ഞാനും സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 വയസ്സ് മാത്രമുള്ള ആൾ വിളിച്ചു പറയുമ്പോൾ അവിടെ നിന്നൊരു പോലീസ് ഓഫീസർ ചോദിച്ചു, മോളെ നീ എന്ത് സഹായമാണ് ഈ കത്തീഡ്രൽ കെട്ടാനായിട്ട് ചെയ്തത്? അവള് പറഞ്ഞു, സാർ ദേ ആ വലിയ ഗോപുരം കണ്ടോ, അവിടെ ഇരുന്ന് എൻ്റെ പപ്പ കല്ലാശാരിയായിരുന്നു. എൻ്റെ പപ്പ അവിടെ ഇരുന്ന് പണി ചെയ്യുമ്പോൾ ഉച്ചയ്ക്കത്ത് പപ്പയ്ക്കുള്ള ആഹാരവുമായിട്ട് 3 തവണ ഞാനിവിടെ വന്ന് എൻ്റെ പപ്പയ്ക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് അന്നത്തെ പ്രസംഗത്തിൽ ബിഷപ്പ് ലിയോനോഡ് വികാരഭരിതനായി ഇപ്രകാരം പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിന്റെ സമർപ്പണത്തെ പോലും ഈ പള്ളി കത്തീഡ്രൽ പൂർത്തിയാക്കുവാൻ ദൈവം ഇടയാക്കിയത് നമ്മൾ ഇന്ന് കണ്ടു. നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്ന സമർപ്പണം എത്ര ചെറുതായാലും ദൈവത്തിന് അതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ പൂർണ്ണമായിട്ട് നിറവേറുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ പപ്പായ്ക്ക് ആഹാരം കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് 3 ദിവസം. പ്രിയപ്പെട്ടവരെ, ഞാനും ഈ കത്തീഡ്രൽ പണിയാനായിട്ട് കൂട്ടുവന്നു. കർത്താവ് പറയാണ്, ദൈവത്തിന്റെ വേലയ്ക്ക് സഹായിക്കുക. 1 ദിനവൃത്താന്തം 29 3-ാം അധ്യായം ദാവീദ് പറയാണ്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള താല്പര്യ നിമിത്തം എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനത്തിന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇംഗ്ലീഷ് ചാനലും കൊണ്ട് നടത്തത്തില്ല. നമുക്ക് സ്പാനിഷ് ചാനൽ വേണം, നമുക്ക് ചൈനീസ് ചാനൽ വേണം. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്താൻ നാഥൻ നമ്മളെ വിളിക്കുമ്പോൾ മലയാളികളായ നമ്മൾ ആദ്യമായിട്ടൊരു മാതൃക കാണിച്ചു കൊടുത്തതിന് ദൈവത്തിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അമേരിക്കയിൽ ആൾക്കാർ ഉണർന്നുപോയി. കേരളത്തിലെ സാധാരണക്കാര് പരസ്യങ്ങളില്ലാത്ത ടെലിവിഷൻ ഈശോയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തെങ്കിൽ ഞങ്ങൾ എന്തിനാ ഇനി പുറകോട്ട് നോക്കിയിരിക്കുന്നു വിചാരിച്ചിട്ട് അവരും ചാടിക്കേറി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ലോകം മുഴുവൻ നമ്മൾ എത്തിക്കുന്ന സുവിശേഷം, ഈശോയുടെ സുവിശേഷം എത്തുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവസാനമായിട്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക, അനുഗ്രഹം ലഭിക്കും. മത്തായി 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ മിസൗറി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 500ഓളം കാറ്റക്കിസം വിദ്യാർത്ഥികളുമായി, അതായത് നമുക്കറിയാം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുമായി ഒരു ട്രെയിൻ പിക്നിക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ആടിപ്പാടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരമായി ഒരു ചാറ്റൽ മഴ തുടങ്ങി. പിന്നീട് അത് വലിയൊരു ഇടിവെട്ടായി, ഭയങ്കരമായ മിന്നലായി. ട്രെയിൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഡ്രൈവർ ഒരു മിന്നലിന്റെ ഇടയ്ക്ക് വളരെ സ്പീഡ് കുറച്ചു, 35 മൈൽ സ്പീഡിലാക്കി. വളരെ സ്പീഡ് കുറച്ചു. പക്ഷെ ഡ്രൈവർ മുമ്പിലത്തെ കണ്ണാടി കൂടെ ഒരു കാഴ്ച കണ്ടു. കുറച്ച് ദൂരെയായി പാളത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നു. നല്ല ഇടിവെട്ടുന്നു, മഴ പെയ്യുന്നു, മിന്നലടിക്കുന്നു. ബ്രേക്ക് ചവിട്ടിയാലും ഈ വിള്ളലിന്റെ അപ്പുറത്തേക്ക് ട്രെയിൻ കടന്നു പോകും, ട്രെയിൻ മറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് മറ്റൊന്നും ചെയ്യാൻ അയാൾക്ക് തോന്നിയില്ല. അയാൾ ബ്രേക്കിൽ ആഞ്ഞു മുറുക്കിക്കൊണ്ട്, ഓ മൈ ഗോഡ് ഹെൽപ്പ് us, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹൃദയം പൊട്ടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിച്ചു. അയാളെ പ്രാർത്ഥിച്ച് തീർന്നതും ട്രെയിനിന്റെ തൊട്ട് മുമ്പിൽ ഒരു വലിയൊരു മിന്നൽ വന്നു. ആകാശം മുട്ടുന്ന ഒരു ഇടിയും പെട്ടി. എല്ലാവരും ഭയന്നു പോയി. ബ്രേക്ക് പിടിച്ചിട്ടും ട്രെയിൻ അപ്പുറം ചെന്നു. ട്രെയിൻ മറിഞ്ഞില്ല. ട്രെയിൻ അപ്പുറം കൊണ്ട് നിർത്തിയിട്ട് ഡ്രൈവറും അതിനകത്തുണ്ടായിരുന്ന സ്റ്റാഫുകളും എല്ലാവരും കൂടെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. പാളത്തിന്റെ വിള്ളൽ രണ്ടാമത് വെട്ടിയ മിന്നലിൽ ഉരുകിച്ചേർന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ 3-4 സെക്കൻഡുകൾ മാത്രം രക്ഷപ്പെടാൻ ഒന്നുമില്ലാത്ത സമയത്ത് ഓ മൈ ഗോഡ് ഹെൽപ്പ് മീ, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമെന്നൊരു എഞ്ചിൻ ഡ്രൈവർ വാവിട്ട് നിലവിളിച്ചപ്പോൾ ആ സെക്കൻഡിൽ ഒരു മിന്നലടിക്കുകയും പാളത്തിന്റെ വിള്ളൽ ഉരുകിച്ചേരുകയും ചെയ്തുകൊണ്ട് 500-ലധികം വരുന്ന കാറ്റക്കിസം വിദ്യാർത്ഥികളെ നമ്മുടെ സ്വർഗത്തിലെ പിതാവ് അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3 മുതൽ തിരുവചനങ്ങളിൽ പറയുന്നു, കോൾ unto me I will answer thee. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ എന്നെ വിളിക്കേണ്ടതുപോലെ വിളിക്കുക. വാതിൽ അടച്ചിട്ട് ചങ്ക് പൊട്ടി വിളിക്കുക. രക്തം പുറത്തു വരട്ടെ, വിളിക്കുക. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ മാസം 1912 വർഷത്തിലെ ഏപ്രിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച അമേരിക്കയിൽ ഒരു വെള്ളക്കാരി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രാർത്ഥിക്കുന്ന മോള. സാധാരണ കിടന്നാൽ തലകണി തല തൊട്ടാൽ ഉറക്കം വരുന്നതാണ്. ഇന്ന് ഉറക്കം വരുന്നില്ല. എന്തോ ഒരു വെപ്രാളം. രാത്രി ഒരു 10-10:30 മണിയായി. എഴുന്നേറ്റിരുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നാന്നറിയത്തില്ല, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 5 മണി വരെ പ്രാർത്ഥിച്ചു. 5 മണിയായപ്പോൾ സമാധാനം ഉണ്ടായി. പുള്ളിക്കാരി പുതപ്പും വലിച്ചുവിട്ട് കയറി കിടന്നുറങ്ങി. എന്താ സംഭവിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇവളുടെ ഭർത്താവ് കേണൽ ഗ്രേഷി, അദ്ദേഹം ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ അന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പുറപ്പെട്ട കപ്പലിൽ ഈ ക്യാപ്റ്റൻ ഗ്രേഷി യാത്ര ചെയ്യുന്നു. ഇവൾ ഈ 10:30 പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ടൈറ്റാനിക് കപ്പൽ 2 പിളർന്നു.
നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ആളുകളാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയത്. അദ്ദേഹവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി താൻ മരിക്കും. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം തന്നാലാവുന്ന എല്ലാം ചെയ്തു. ലൈഫ് ബോട്ടുകളിൽ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും കയറ്റിവിട്ടി അവസാനം രക്ഷപ്പെടാൻ ഒറ്റ മാർഗവുമില്ല. അമേരിക്കയിലായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഓർത്തു. പ്രിയപ്പെട്ടവളെ, ഗുഡ് ബൈ, സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തണുത്തുറഞ്ഞ അറ്റ്ലാന്റിക്കിലേക്ക് താഴ്ന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ശക്തി ഉപയോഗിച്ച് അവസാനത്തെ ഒരു ശക്തി നൽകി ചുമ്മാ ഒന്ന് നീന്തി വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോട്ട് അദ്ദേഹം ഒന്ന് പൊങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച, സ്ത്രീകളെയും കുട്ടികളെയും ദൂരെ ബോട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന, കപ്പലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു ലൈഫ് ബോട്ട് ആളില്ലാതെ കടന്നു വരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹം കൈവീശി കാണിച്ചു. ആ ലൈഫ് ബോട്ടിൽ അദ്ദേഹത്തിന് ഇടം കിട്ടി. അദ്ദേഹം സുരക്ഷിതമായിട്ടെത്തി. ഇദ്ദേഹം ലൈഫ് ബോട്ടിൽ കയറുന്ന സമയത്ത് അമേരിക്കയിൽ വെളുപ്പിന് 5 മണി. ചേർന്ന് പറ ഹല്ലേലൂയ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 5 മണി വരെ പ്രിയപ്പെട്ട ഭാര്യ പ്രാർത്ഥിച്ചു. 5 മണിയായപ്പോൾ അവൾക്ക് സമാധാനം കിട്ടി. അവൾ കിടന്നുറങ്ങി. ഈ പ്രാർത്ഥിച്ച മണിക്കൂർ മുഴുവൻ തൻ്റെ ഭർത്താവ് ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ പൊങ്ങിയും താന്നും കിടക്കുകയായിരുന്നു. 5 മണിക്ക് ലൈഫ് ബോട്ട് കിട്ടി. അമേരിക്കയിൽ പരിശുദ്ധാത്മാവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുത്തു. കയറിക്കിടന്നുറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ അനേക വർഷങ്ങൾ ജീവിച്ചു. കർത്താവ് നമ്മളോട് പറയാണ്, ബൈബിളിലെ വചനങ്ങൾ ആകാശവും ഭൂമിയും കടന്നു പോയാലും, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാഡി സിസ്റ്റർ പറയുകയുണ്ടായി, ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടാൻ പോകുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാം കടന്നു പോയാലും കർത്താവ് പറയുന്നു, ഞാൻ പറഞ്ഞ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ തെറ്റുകയില്ല. ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ഈ പ്രിയപ്പെട്ട മകനെ രക്ഷിച്ച കർത്താവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഹനത്തിന്റെ വേളയിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. 2 കരവും ഉയർത്തി എൻ്റെ സഹോദരങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെയല്ല അത്ഭുതം, ഇപ്പോൾ തന്നെയാണ്. നാളെയല്ല അനുഗ്രഹം, ഇപ്പോൾ തന്നെയാണ്. നാളെയല്ല വിടുതൽ, ഇപ്പോൾ തന്നെയാണ്. വിശ്വാസത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഒരു 60 സെക്കൻഡ് നേരം എല്ലാവരും സ്തുതിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ശക്തിയോടെ മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക ഇത്ര സമയം. എല്ലാ കണ്ണുകൾ അടയ്ക്കണം. ലോകം മുഴുവനും ടെലിവിഷൻ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെല്ലാം കണ്ണുകൾ അടയ്ക്കണം. ക്യാൻസർ മൂലം വിഷമിക്കുന്നവർ, കടബാധ്യത മൂലം വിഷമിക്കുന്നവർ, ആത്മഹത്യ ചിന്തയോടെ നിൽക്കുന്നവർ, എനിക്കാരുമില്ല എന്ന് തോന്നുന്നവർ, ഇന്ന് വചനത്തിൽ കേട്ടു, ദൈവം നല്ല ദൈവമാണ്, അനുഗ്രഹിക്കും. ഹഗ്ഗായി പുസ്തകത്തിൽ നമ്മൾ കേട്ടു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 3:9 പറയുന്നു, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. റോമാലേഖനം 10:13 പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3:19 നമ്മൾ ആദ്യം കേട്ടു, എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ല എന്നും ഞാൻ വിചാരിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിതാവിൻ്റെ ഈ ആഗ്രഹത്തിന് നമ്മൾ മറുപടി കൊടുക്കണം. ആബാ പിതാവേ എന്ന ഗാനം നമ്മൾ പാടുകയാണ്. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ല എന്നും ഞാൻ തീരുമാനിച്ചു. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ പൊന്നുമക്കളുടെ കൂടെ, മകനെ മകളെ നിന്നെ പാർപ്പിക്കാനും ഏറ്റവും നല്ല അനുഗ്രഹം, ഛേദോഹരമായ അവകാശം നിനക്ക് തരാൻ ഈ അപ്പൻ എത്ര ആഗ്രഹിച്ചെന്നറിയാമോ? ഈ പിതാവ് എത്ര ആഗ്രഹിച്ചെന്നറിയാമോ? മകനെ മകളെ നീ എന്നെ അപ്പാ എന്ന് വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ല എന്നും ഞാൻ തീരുമാനിച്ചു. അതേ പിതാവേ, ഞങ്ങൾ അങ്ങേ അപ്പാ എന്ന് വിളിക്കും. അപ്പാ എന്ന് മരിക്കുന്നത് വരെ വിളിക്കും. മരിച്ചു കഴിഞ്ഞാലും വിളിക്കും. സ്വർഗത്ത് വന്നാലും ഞങ്ങൾ വിളിക്കും. നിത്യത മുഴുവൻ ഞങ്ങൾ വിളിക്കും. സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കും. ഗായക സംഘത്തോടൊപ്പം ശാലോം ഒരുമിച്ച് പാടുന്നു. ലോകം മുഴുവനുമുള്ള മക്കളോട് ചേർന്ന് ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ. എല്ലാ മക്കളും കണ്ണുകളടച്ച് ഏറ്റവും സ്നേഹത്തോടെ മുഴുവൻ വാത്സല്യത്തോടെ അപ്പനെ വിളിക്കും. സ്വർഗത്തിലെ ചാച്ചനെ വിളിക്കും. മക്കളെല്ലാവരും ആബാ പിതാവേ, ആബാ പിതാവേ, കർമ്മേൽ മലമുകളിൽ അഗ്നി വന്ന പിതാവേ, സീനായി മലമുകളിൽ ഇറങ്ങി വന്ന അപ്പാ, ശാലോം നൈറ്റ് വിജിൽ ഞങ്ങൾ ആരാധിക്കുന്ന അപ്പാ. ആബാ പിതാവേ, ആബാ പിതാവേ, എല്ലാവരും ഗ്ലോറി 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 ഗ്ലോറി.
അഭിഷേകം 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 Glory പിതാവേ മേഘം 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 മഹത്വത്തിന്റെ മേഘം മഹത്വത്തിന്റെ മേഘം ഇറങ്ങട്ടെ മഹത്വത്തിന്റെ മേഘം ഇറങ്ങട്ടെ Glory 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 Oh glory അപ്പാ glory അപ്പാ ഒരിക്കൽ കൂടി മക്കളെ രണ്ട് കരവും ഉയർത്തി വിളിക്കാം ഈ സമയത്ത് അത്ഭുതങ്ങൾ നടക്കുകയാണ് ദൈവം ഇടപെടുകയാണ് ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ഗ്രേഷ്യയെ രക്ഷിച്ച ദൈവം കേണൽ ഗ്രേഷ്യയ്ക്ക് വേണ്ടി ഇടപെട്ട ദൈവം ഗ്ലോറി 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 മിസൗറിയിൽ അമേരിക്കയിൽ റെയിൽപാളത്തെ മിന്നലടി ചുരുക്കിയ ദൈവം ഗ്ലോറി 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 പിതാവേ ഗ്ലോറി ഗ്ലോറി പിതാവേ ഓ പിതാവേ പിതാവേ മാലാഖമാർക്ക് പാടാൻ പറ്റത്തില്ലല്ലോ മാലാഖമാർക്ക് അങ്ങേ അപ്പാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ വിളിക്കട്ടെ അപ്പ ഞങ്ങൾ വിളിക്കട്ടെ ഗ്ലോറി 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 ആമേൻ 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 Thank you, Holy Spirit. Touch everyone, my Holy Spirit. പൊന്നു പരിശുദ്ധാത്മാവേ തങ്കപ്രാവേ ആ ചിറകിന്റെ തണലിൽ ഞങ്ങളെ മറയ്ക്കുക ഓരോ മകനെ മകളെ മറയ്ക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കുക പിതാവേ ഓരോ വേദനിക്കുന്ന മകനെ മകളെയും ആ ചിറകിന്റെ കീഴിൽ മറയ്ക്കുക തള്ളക്കോഴി ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ ജെറുസലേമിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചല്ലോ പരിശുദ്ധാത്മാവ് ആ ചിറകടി ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു ആ ചിറകടി ശബ്ദം ഞങ്ങൾ ഷാലോം നൈറ്റ് വിജിലിൽ കേൾക്കുന്നു പരിശുദ്ധാത്മാവ് ആ ചിറകടി ശബ്ദം ജോർദാൻ നദിക്കരയിൽ പറന്ന് സ്വർഗത്തിന്റെ പ്രാവിന്റെ ശബ്ദം ഓ ഗ്ലോറിയസ് ഹോളി സ്പിരിറ്റ് മൈറ്റി ഹോളി സ്പിരിറ്റ് മൈറ്റി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ 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 ആരും സങ്കടപ്പെട്ടു പോകരുത് ആരും കരഞ്ഞുകൊണ്ട് പോകരുത് എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റണം വെളിപാട് പുസ്തകം 21 പറയുന്നുണ്ട് അവിടുന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും മേലിൽ മുറവിളിയോ നിലവിളിയോ ഉണ്ടായിരിക്കുകയില്ല കർത്താവേ ഈ വചനം ഇപ്പോൾ സംഭവിക്കട്ടെ ആണിപ്പാടുള്ള കരുനീട്ടി ഓരോ മകന്റെ മകളുടെ കണ്ണുനീരിപ്പ് തുടയ്ക്കുക അപ്പാ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ചു അപ്പാ ചേതോഹരമായ അവകാശം കൊടുക്കുക മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല അവകാശം കൊടുക്കുക അപ്പാ അഭിഷേകം പ്രാപിക്കട്ടെ ഉണരട്ടെ വില കൊടുക്കാൻ തീരുമാനമെടുക്കട്ടെ നീതിയോടെ ജീവിക്കാൻ കരുണയോടെ ജീവിക്കാൻ അനുസരണത്തിൽ ജീവിക്കാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം